ഗാസയിൽ ഹമാസ് തടവിൽ കഴിയുന്ന 10 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുകയും 60 ദിവസത്തെ വെടിനിർത്തൽ മേഖലയിൽ കൊണ്ടുവരുന്ന നിർദ്ദേശമാണ് സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ചത്. ഒപ്പം കൊല്ലപ്പെട്ട 18 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ചില വലതുപക്ഷ മന്ത്രിമാരും ബന്ദികളുടെ കുടുംബാംഗങ്ങളും നിർദ്ദിഷ്ട കരാറിനെ എതിർത്ത് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഹമാസ് ഇപ്പോൾ ദുർബലമാണെന്നും ഭീകര സംഘടനയെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കേണ്ട സന്ദർഭമാണിതെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതുവരെ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ ഫലപ്രദമാകാത്തതിന് കാരണമായി പറയുന്നത് വെടിനിർത്തൽ താൽക്കാലികം മാത്രമെന്ന ഇസ്രായേൽ വാദിക്കുകയും സൈനിക നടപടി ഇസ്രായേൽ പൂർണ്ണമായി നിർത്തിവെക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ ഈ ആവശ്യം ഇസ്രായേൽ പൂർണ്ണമായും തള്ളിയിരുന്നു. ഇപ്പോഴത്തെ അമേരിക്കൻ നിർദ്ദേശം ഹമാസ് പൂർണ്ണമായും അംഗീകരിക്കുന്നു. പകരമായി അവർ ആവശ്യപ്പെടുന്നത് ഇസ്രായേലിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന 125 പാലസ്തീൻ ഭീകര കുറ്റവാളികളെയും 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിനു ശേഷം തടവിലാക്കപ്പെട്ട 1111 ഗാസക്കാരെയും നിലവിൽ ഇസ്രായേൽ കസ്റ്റഡിയിൽ കഴിയുന്ന 180 പാലസ്തീനികളുടെ മൃതദേഹങ്ങളുമാണ്. പുതിയ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്നും ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുമെന്നും ഹമാസ് വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് നടക്കുമെന്ന യാതൊരു സ്ഥിരീകരണവുമില്ല. എന്നാൽ ഇസ്രായേൽ വലതുപക്ഷ മന്ത്രിമാരായ അമിത്ഷായ് ചിക്ലി, തീവ്ര വലതുപക്ഷ മന്ത്രി ഓറിറ്റ് സ്ട്രോക്ക്, ധനമന്ത്രി ബെസലേൽ സ്ട്രോമിച്ച് എന്നിവർ മുഴുവൻ ബന്ദികളുടെ മോചനം സാധ്യമാകാത്ത കരാറിനെ എതിർക്കുമെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്.